യാത്രകളെ സ്നേഹിക്കുന്നവർ ഒന്ന് പോകാനും കാണാനും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ വാഗമൺ. പക്ഷെ വാഗമണിൽ എത്തുന്നവർക്ക് ടൂറിസം വകുപ്പ് സമ്മാനിക്കുന്നത് അസൗകര്യങ്ങൾ മാത്രം. കോടികൾ മുടക്കി വെള്ളാനയായി മാറിയ ടൂറിസം കോംപ്ലക്സ് ഇന്നൊരു പ്രേതാലയമാണ്. മൂടൽമഞ്ഞും മൊട്ടക്കുന്നും തേയിലത്തോട്ടവും മനോഹര കാഴ്ചകളാൽ സമ്പന്നമാണ് വാഗമൺ. എന്നാൽ ഈ കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർക്ക് വാഗമൺ നൽകുന്നത് അസൗകര്യങ്ങളുടെ നീണ്ട ലിസ്റ്റ് മാത്രം. വാഗമണിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ടൂറിസ്റ്റ് കോംപ്ലക്സ് വിഭാവനം ചെയ്തത്. 2009 ഡിസംബർ 18 തറക്കല്ലിട്ടു. 2012 ഒക്ടോബർ 9 നിർമ്മാണം പൂർത്തിയാക്കി ടൂറിസ്റ്റ് കോംപ്ലക്സ് ഉദ്ഘാടനവും നിർവഹിച്ചു. നിർമ്മാണ ചിലവ് 3 കോടി രൂപ. പിന്നീട് ഒരു പ്രവർത്തനവും നടക്കാതെ കെട്ടിടം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി കാടുകയറി നാശമായ കാഴ്ചയാണിത്. അതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ സീലിംഗ് എല്ലാം പോയി കിടക്കുന്നു, വെള്ളമില്ല, തടിയെല്ലാം പോയി കിടക്കുന്നു, അവിടുത്തെ കൈവരി എല്ലാം പോയി കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള എല്ലാം തന്നെ നശിച്ച് കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നന്നാക്കി എടുക്കാന്ന് പറഞ്ഞാൽ അന്ന് 3 കോടി രൂപ ആയെങ്കിൽ തന്നെ ഇന്നിപ്പോൾ 6 കോടിയാണ് ഇനിയിപ്പോൾ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും ഈ തുക അനുവദിച്ച് ഇത് നന്നാക്കി എടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തി തരണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് നടത്തണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശുചിമുറികൾ, 6 കോട്ടേജുകൾ, റെസ്റ്റോറന്റ്, ടീ ഷോപ്പ്, ഇൻഫർമേഷൻ സെന്റർ, വിശ്രമ കേന്ദ്രം എന്നിവയ്ക്കെല്ലാം സൗകര്യമൊരുക്കി 3500 ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. 2009 കാലയളവിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും 2012 കാലയളവിൽ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ്. പിന്നീട് ഇത്രയും കാലങ്ങളായെങ്കിലും ഇതുവരെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചല്ലാണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ അതിന് മറ്റു നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്തായാലും പറയുന്നത് ഒരു ആഭാസന്മാരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുക. ഒരു ആശുപത്രി കെട്ടിടം സ്വന്തമായി ഇല്ലാത്തതിനാൽ വാഗമണ്ണിലെ ഈ ടൂറിസ്റ്റ് കോംപ്ലക്സ് വിട്ടു നൽകണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിനോദസഞ്ചാര വകുപ്പ് അനുമതി നൽകിയില്ല. കോംപ്ലക്സിന്റെ പുനർനിർമ്മാണത്തിന് വീണ്ടും 6 കോടി രൂപ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. പണം വിഴുങ്ങി വെള്ളാനയായി മാറിയ വിനോദസഞ്ചാര വകുപ്പ് വക കെട്ടിടത്തിന്റെ ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും. ന്യൂസ് മലയാളം, ഇടുക്കി.